ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ ഫോർട്ടിലാണ് ഉള്ളത്. ഇപ്പോൾ ബേക്കൽ ഫോർട്ട് കാണാൻ വന്നതാണ്. ബേക്കൽ ഫോർട്ട് ബസ് സ്റ്റോപ്പിനടുത്ത് തന്നെയാണ് ബേക്കൽ ഫോർട്ടിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ നിന്ന് അല്പദൂരം നടന്നു കഴിഞ്ഞാൽ ബേക്കൽ ഫോർട്ടിനടുത്തെത്താം. ഇതിനടുത്ത് തന്നെയായിട്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഒരാൾക്ക് 25 രൂപയാണ് ചാർജ്. അത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ 20 രൂപയാണ്. ഫോറിൻ സിറ്റിസൺ ആണെങ്കിൽ 300 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 8 മണി മുതൽ 5:30 വരെയാണ് ഇവിടുത്തെ എൻട്രി ടൈം. ഇതാണ് കോട്ടയുടെ പ്രധാന എൻട്രൻസ്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 35 ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുകയാണ് ഈ കോട്ട. ചെങ്കല്ല് ഉപയോഗിച്ചാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. പുരാതന കാലത്ത് ഈ പ്രദേശം കദംബ രാജവംശത്തിൻ്റെയും മൂഷിക രാജവംശത്തിൻ്റെയും അധീനതയിലായിരുന്നു. പിന്നീട് ഇത് കോലത്തിരി രാജാക്കന്മാരുടെ കീഴിലായിരുന്നു. അതിനുശേഷം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. കോട്ടയ്ക്കുള്ളിൽ മെയിൻ എൻട്രൻസിനടുത്തായി ഒരു ആഞ്ജനേയ ക്ഷേത്രമുണ്ട്. മെയിൻ എൻട്രൻസ് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ടിക്കറ്റ് ചെക്കിംഗ് കൗണ്ടറുണ്ട്. ഇവിടെ നിന്ന് ടിക്കറ്റ് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളെ കോട്ടയ്ക്കുള്ളിലേക്ക് കടത്തുക. 1565 തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗര സാമ്രാജ്യം പരാജയപ്പെട്ടതിനെ തുടർന്ന് ബഡ്നൂർ രാജാവ് ഈ പ്രദേശം പിടിച്ചെടുക്കുകയായിരുന്നു. ബഡ്നൂരിലെ ശിവപ്പ നായകനാണ് 1650 ബേക്കൽ കോട്ട നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ കോലത്തിരി രാജാവ് നിർമ്മിച്ച ബേക്കൽ കോട്ട പിന്നീട് ശിവപ്പ നായകൻ പുതുക്കി പണിതതാണ് എന്നും പറയപ്പെടുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കോട്ടയിലേക്കുള്ള എൻട്രൻസും കാർ പാർക്കിംഗ് ഏരിയയും കാണാം. കോട്ടയുടെ മധ്യഭാഗത്തുള്ള ഈ നിരീക്ഷണ ഗോപുരം ഒരു പ്രത്യേകതയാണ്. ഈ നിരീക്ഷണ ഗോപുരത്തിന് 24 മീറ്റർ ചുറ്റളവും 9 മീറ്ററിലധികം ഉയരവുമുണ്ട്. യുദ്ധസമയങ്ങളിൽ പീരങ്കികളും മറ്റ് യുദ്ധസാമഗ്രികളും നിരീക്ഷണ ഗോപുരത്തിന് മുകളിലേക്ക് എത്തിക്കുന്നതിനായി വളരെ ചരിഞ്ഞ രീതിയിലാണ് ഈ നിരീക്ഷണ ഗോപുരത്തിന് മുകളിലേക്കുള്ള വഴി നിർമ്മിച്ചിരിക്കുന്നത്. നിരീക്ഷണ ഗോപുരത്തിൻ്റെ മുകൾ ഭാഗമാണിത്. ഇവിടെ നിന്നും അറബിക്കടലിൻ്റെ മനോഹരമായൊരു ദൃശ്യം കാണാം. കടലിനടുത്തുകൂടെയുള്ള കോട്ടയുടെ ഭാഗവും ഇതിനു മുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. പുരാതന കാലത്ത് കോട്ടയിലുണ്ടായിരുന്ന ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടമോ മറ്റോ ആണ് താഴെ കാണുന്നത്. കോട്ടയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുളമാണിത്. ഇവിടേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള സ്റ്റെപ്പുകളും കാണാം. നേരെ കുളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലും സൈഡിലൂടെയും ഇതിന് സ്റ്റെപ്പുകളുണ്ട്. കോട്ടയ്ക്കുള്ളിലെ പ്രധാന നിരീക്ഷണ ഗോപുരം കൂടാതെ മറ്റനേകം നിരീക്ഷണ ഗോപുരങ്ങൾ കോട്ടയ്ക്കുള്ളിലുണ്ട്. ഈ നിരീക്ഷണ ഗോപുരത്തിലെല്ലാം പീരങ്കി ബാരലുകൾ സ്ഥാപിക്കാനായി ഹോളുകൾ ഇട്ടത് കാണാം. മുപ്പത്തഞ്ച് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ കോട്ട നടന്നു കാണുവാൻ തന്നെ കുറേയധികം സമയം വേണം. കോട്ടയുടെ പടിഞ്ഞാറ് ഭാഗത്തായി കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടേക്ക് പോകുവാനുള്ള വഴിയാണിത്. കോട്ടയുടെ മുകളിൽ നിന്നും താഴോട്ട് ഇറങ്ങിയിട്ട് വേണം ഇവിടേക്ക് പോകുവാൻ.
ഇതാണ് കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന കോട്ടയുടെ ഭാഗം. ഇവിടെ നിന്ന് കടലിൻ്റെ ഭംഗി ആസ്വദിക്കുവാനും സൂര്യാസ്തമയം കാണുവാനും നല്ല ഭംഗിയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ മുകൾ ഭാഗത്ത് കോട്ടമതിൽ കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.